എല്ലാവർക്കും ക്യൂൻസ്വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബോട്ടിലൊരു മ്യൂറൽ ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. അതിനായി ഞാൻ ബോട്ടിൽ ആദ്യം പേസ്റ്റ് കോട്ട് ചെയ്തിട്ടുണ്ട്. അത് 3 ലെയറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ഗീസോ അല്ലെങ്കിൽ വാൾ പെയിൻറ്റ്. ഗീസോയുടെ വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആദ്യം നമുക്ക് ആവശ്യമുള്ള പിക്ചർ ബോട്ടിൽ ഒന്നല്ലെങ്കിൽ യെല്ലോ കാർബൺ വെച്ച് ട്രേസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായി വരയ്ക്കാം. ഞാനൊരു ബോട്ടിലിൻ്റെ ഷേപ്പിനനുസരിച്ച് ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ യെല്ലോ കാർബൺ ഉപയോഗിച്ച് ട്രേസ് ചെയ്യാണ്. യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് കാർബൺ പേപ്പർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഈ കാണുന്ന ഡിസൈൻ ഞാൻ ഫസ്റ്റ് വരച്ച ഡിസൈനിൻ്റെ ബോർഡറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. മുകളിലും താഴെയായിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. ബോട്ടിൽ ഞാൻ എല്ലാ ഡിസൈൻസും വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാം. സ്കെച്ചിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യം നമുക്കൊരു റെഡ് കളർ ഉപയോഗിച്ച് മുഴുവൻ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം. അതിന് ഞാൻ റെഡ് കളറിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഒരു 000 ബ്രഷ് ഉപയോഗിച്ച് റെഡ് ലൈൻ വരച്ച് കൊടുക്കാം. പെൻസിൽ സ്കെച്ച് ചെയ്തത് മുഴുവൻ ഇങ്ങനെ റെഡ് ഉപയോഗിച്ച് വരച്ച് കൊടുക്കണം. മുഴുവൻ റെഡ് ലൈൻ ഇട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ സാപ്പ് ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇതുപോലെ വെള്ളമൊഴിച്ച് നന്നായി ലൈറ്റാക്കി ഗ്രീൻ വേണ്ട സ്ഥലത്തൊക്കെ ഞാൻ ഗ്രീൻ കളർ ആദ്യം തന്നെ ഒരു ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ലെയർ ഉണങ്ങിയതിന് ശേഷം വീണ്ടും സെക്കൻഡ് ലെയർ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഗ്രീൻ വേണ്ട, നമുക്ക് എവിടേക്കാണോ ഗ്രീൻ വേണ്ടത് അവിടെ മുഴുവൻ ഇങ്ങനെ ഗ്രീൻ അപ്ലൈ ചെയ്യുക. 2-3 തവണയായിട്ട് നമുക്കിങ്ങനെ ഗ്രീൻ കളർ ഇങ്ങനെ വാഷ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഡിസൈൻസ് ആയ കാരണം 2 തവണ വാഷ് ചെയ്താൽ മതി. വലിയ ഡിസൈൻസൊക്കെയാണ് വരയ്ക്കുന്നത് 3-4 തവണ നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ചെറിയ ഡിസൈൻസ് ആയ കാരണം 2 തവണ, ഒറ്റ തവണയായാലും കുഴപ്പമില്ല. ഞാനിവിടെ 2 തവണയാണ് ചെയ്തിരിക്കുന്നത്. കളറിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഗ്രീൻ കൊണ്ട് തന്നെ ഞാൻ ഉള്ളിൽ ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീതി കുറഞ്ഞ ഡിസൈൻസിലൊന്നും ഞാൻ അങ്ങനെ ചെയ്യണില്ല. കുറച്ച് വീതിയുള്ള ഭാഗത്ത് മാത്രം ഞാൻ ഈ കാണുന്നത് പോലെ ചെയ്യുന്നതുള്ളൂ. ഗ്രീൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്തത് എടുക്കുന്നത് യെല്ലോ ഓക്കറാണ്. അത് ഇതുപോലെ തന്നെ യെല്ലോ ഓക്കർ കളർ എടുത്ത് അതിലേക്ക് കുറച്ചധികം വെള്ളം ആഡ് ചെയ്ത് നന്നായി ലൈറ്റാക്കുക. ഞാനിവിടെ എല്ലാ കളറും നന്നായി ലൈറ്റാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ലൈറ്റാക്കുമ്പോൾ 2-3 തവണയായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. ഞാനിവിടെ എല്ലാ കളേഴ്സും 2 തവണയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. യെല്ലോ കളറെല്ലാം ഞാൻ ഫസ്റ്റ് കോട്ട് ഫിനിഷ് ചെയ്തു. ഞാൻ മുകളിലത്തെ ഡിസൈൻ യെല്ലോ ഗ്രീൻ കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഗ്രീൻ മുന്നേ ചെയ്ത പോലെ തന്നെ ചെയ്ത് ബോർഡർ കൊടുത്തിട്ടുണ്ട്. യെല്ലോ ഞാൻ ഇനി സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ ഫസ്റ്റ് കോട്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റിൽ തന്നെ അവസാനിപ്പിക്കാം. ഞാനിവിടെ
ചെറിയ ഡിസൈൻസ് ആയ കാരണം ഫസ്റ്റ് യെല്ലോ കോട്ടിങ്ങിൽ തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കോട്ടും കൂടി ചെയ്യുന്നുണ്ട്. യെല്ലോ എല്ലാം ഫിനിഷായി. അത് കഴിഞ്ഞതിന് ശേഷം യെല്ലോൻ്റെ അകത്ത് ഞാൻ റെഡ് ഉപയോഗിച്ച് ഷെയ്ഡിങ് കൊടുക്കുന്നുണ്ട്. ചെറിയ ബോർഡർ ഡിസൈനിൻ്റെ അകത്ത് ഞാൻ ഷെയ്ഡിംഗ് ഒന്നും കൊടുക്കുന്നില്ല. ബാക്കിയെല്ലാം ഡിസൈൻസിൻ്റെ അകത്ത് ഞാൻ ഷെയ്ഡിങ് കൊടുക്കുന്നുണ്ട്. ഷെയ്ഡിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ താമരയ്ക്കാണ് ഷെയ്ഡ് ചെയ്യുന്നത്. അതും റെഡ് ഉപയോഗിച്ച് തന്നെ. ആദ്യം കുറച്ച് റെഡ് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് ബ്രഷിൽ പെയിൻ്റെല്ലാം തുടച്ച് കളഞ്ഞതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് അതിനെ വാഷ് ചെയ്ത് താഴേക്ക് ലൈറ്റാക്കി കൊണ്ടുവരികയാണ്. ഇതുപോലെ തന്നെ എല്ലാ ഇതളും നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ മറ്റെല്ലാ പൂക്കൾക്കും നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ബോർഡർ ഡിസൈൻ ചെയ്ത താമരയിൽ ഞാൻ റെഡ് വെച്ച് അതിൻ്റെ ഔട്ട്ലൈൻ ഒന്നും കൂടി ഡാർക്കൺ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഷെയ്ഡിംഗ് എല്ലാം ഫിനിഷായി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം. അതിനായി ഞാൻ ഇപ്പോൾ പേർഷ്യൻ ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ വെള്ളം നന്നായി ആഡ് ചെയ്ത് നന്നായി ലൈറ്റ് ആക്കിയിട്ടുണ്ട്. അതോ 1, 2, 3 തവണയായിട്ട് നമുക്ക് ലെയർ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 6 തവണയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ തവണ കളർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും നീറ്റാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഫിനിഷ് ചെയ്തു. അടുത്തത് ബേൺ സൈനിയാണ് എടുക്കുന്നത്. അത് ഇതുപോലെ തന്നെ വെള്ളം ആഡ് ചെയ്ത് നന്നായി ലൈറ്റാക്കി. അതും ഞാനൊരു 6 കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓരോ തവണ നമുക്ക് കളർ ചെയ്യുമ്പോഴും അതിനുള്ള വ്യത്യാസം നമുക്ക് ഇവിടെ കാണാം. ബേൺ സൈനിങ് ഞാൻ ഇവിടെ ഫിനിഷ് ചെയ്തു. ഇതും ഞാനൊരു 6 തവണയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഏറ്റവും മുകളിലും താഴെയും ഞാനിവിടെ ബ്ലാക്ക് ഉപയോഗിച്ചാണ് കളർ ചെയ്തിരിക്കുന്നത്. കളറിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം ബ്ലാക്ക് ഉപയോഗിച്ച് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. എല്ലായിടത്തും ബ്ലാക്ക് ഉപയോഗിച്ച് ഔട്ട്ലൈൻ വരയ്ക്കണം. അതിന് 000 ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് എല്ലാം എഴുതി കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനമായി നമുക്ക് വാർണിഷ് അടിച്ച് ബോട്ടിൽ വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.